സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. MLA ആയതിനു ശേഷം നന്ദൻ്റെയും പ്രഭാവതിയുടെയും താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത ദേവികയെ ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലാക്കിയാണ് പല കാര്യങ്ങളും ഇവർ നടപ്പാക്കുന്നതെന്നുള്ള സത്യം മനസ്സിലാക്കിയ സിദ്ധാർത്ഥനാണെങ്കിൽ ചില ഉറച്ച തീരുമാനം എടുക്കുന്നു. അതിൻ്റെ ആദ്യപടി എന്നോണം നന്ദനെയാണ് നന്നായിട്ട് ശകാരിക്കുന്നത്. ഇനി മേലാൽ ദേവികയ്ക്ക് വിഷമം വരുന്ന യാതൊരു കാര്യം നിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. നിൻ്റെ സുഹൃത്തുക്കളുടെ ആയാലും നിൻ്റെ സ്വന്തം താല്പര്യത്തിൻ്റെ പേരിനായാലും ഒരു MLA സ്ഥാനത്ത് ദുരുപയോഗം ചെയ്യാൻ കൂട്ടു നിൽക്കരുത്, പറഞ്ഞത് മനസ്സിലായോടാ എന്ന് ചോദിച്ച് വരട്ടുന്ന സമയത്ത് നന്ദനാണെങ്കിൽ നല്ല വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രഭാവതി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ തെറ്റ് ചെയ്തു അത് മനസ്സിലാക്കി സിദ്ധുവിൻ്റെ മുമ്പിൽ അംഗീകരിച്ച് മൗനിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സിദ്ധു പറയുന്നുണ്ട്, ഏത് സാഹചര്യത്തിലാണ് നിങ്ങളിങ്ങനെ ആ പ്ലാന്റിനെ അനുവദിക്കണമെന്ന് ദേവികയെ സമ്മർദ്ദം ചെലുത്തിയെന്നുള്ള കാര്യം എനിക്കറിയണമെന്ന് പറയുമ്പം ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് നമ്മുടെ പ്രഭാവതിയും. അതുപോലെ നന്ദനും മിണ്ടാതെ നിന്നിട്ട് കാര്യമൊന്നുമില്ല പ്രഭേ, ഏത് കാര്യത്തിൻ്റെ പുറത്താണ് നിങ്ങൾ ആ ഒരു പ്ലാന്റിനെ അനുവദിക്കണമെന്ന് ദേവികയെ സമ്മർദ്ദം ചെലുത്തിയെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ജനങ്ങൾക്ക് ദ്രോഹം വരുന്ന ഒരു പ്ലാന്റാണെന്ന് അറിഞ്ഞു വെച്ചിട്ടും തൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു വിശ്വാസവഞ്ചന ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് പറയുമ്പം പ്രഭാവതിക്കാണെങ്കിൽ നല്ല വിഷമം വരുന്നുണ്ട്. ഋഷിയെ കൊന്ന കേസിൽ നന്ദനെ കേസിലൊന്നും പെടുത്താതെ രക്ഷപ്പെടുത്തിയതിൻ്റെ പേരിനാണ് ഇസബെല്ലയും അതുപോലെ കെവിനും ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടപ്പാക്കി കൊടുക്കുന്നേ എന്നുള്ള സത്യം മറച്ചു വെച്ചുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ വീണ്ടും സിദ്ധുവിനോട് കള്ളം പറയുന്നു. സിദ്ധുവിനും അറിയാവുന്ന കാര്യമല്ലേ നന്ദൻ്റെ ഭാഗത്തു നിന്ന് കെവിൻ്റെ ബിസിനസ്സിന് കുറച്ച് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതെനിക്കറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ പുറത്ത് ജനദ്രോഹപരമായിട്ടുള്ളൊരു പ്ലാന്റ് അനുവദിച്ചത് എന്തിൻ്റെ പേരിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അങ്ങനൊരു നഷ്ടം വന്നിട്ടും അതിൻ്റെ പേരിൽ കെവിനാണെങ്കിൽ നന്ദനെ കുറ്റപ്പെടുത്തുകയോ വിഷമിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. മാത്രമല്ല ആ പൈസ തിരികെ ആവശ്യപ്പെട്ടതുമില്ല. അതിൻ്റെ പേരിൽ കെവിൻ വീണ്ടും ഇങ്ങനൊരു ആവശ്യം പറഞ്ഞപ്പോൾ അതിന് മറുത്ത് പറയാൻ ഞങ്ങൾക്ക് ആയില്ല എന്ന് പറയുമ്പം എന്തിനാ പൈസ തിരിച്ചു കൊടുക്കാതിരുന്നു? ആ പൈസ ഒരു കണക്കിന് കൈക്കൂലിയായിട്ട് നിങ്ങൾ കൈപ്പറ്റിയെന്ന് തന്നെയല്ലേ അർത്ഥം എന്നും പറഞ്ഞ് സിദ്ധു ആണെങ്കിൽ നന്നായിട്ട് ചൂടാകുന്നു. എന്നിട്ട് ഇനി മേലാൽ ദേവികയുടെ മേൽ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തി ജനദ്രോഹപരമായിട്ടുള്ള എന്തെങ്കിലും തെറ്റുകുറ്റം ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സിദ്ധു ആണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നു. നമ്മുടെ ഇസബെല്ലയെ കണ്ട് നന്ദനാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അതായത് ദേവിക അച്ഛൻ്റെ കുറ്റപ്പെടുത്തൽ കേട്ട് സഹി കേട്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു എന്ന്. എന്താ നന്ദ ഈ പറയുന്ന സത്യമാണോ എന്ന് ഇസബെല്ല ചോദിക്കുന്ന സമയത്ത് ഗിരിയേട്ടനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ദേവിക മാക്സിമം ശ്രമിച്ചുവല്ലോ, എങ്കിലും അതൊന്നും നടന്നില്ല. ബെല്ല പുറത്തിറക്കിയതിൻ്റെ സ്നേഹമൊക്കെ അച്ഛനുണ്ടായിരുന്നു. മാത്രമല്ല അഴിമതി ചെയ്തതിൻ്റെ പുറത്താണ് ഗിരീഷേട്ടൻ സ്റ്റേഷനിലേക്ക് കയറേണ്ടി വന്നത്. ഇങ്ങനെയുണ്ടായ പ്രശ്നങ്ങളെല്ലാം ദേവിക കാരണമാണെന്നുള്ള പേര് ഒരുപാട് കുറ്റപ്പെടുത്തി. സഹി കെട്ട് ദേവിയാണെങ്കിൽ അമ്മയ്ക്കും എനിക്ക് സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിച്ച് അന്നേരം അച്ഛന് മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ ഞങ്ങളാണെന്ന്. അങ്ങനെ ഏറ്റവും അവസാനം ദേവി തന്നെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് ഞങ്ങൾ കാരണമാണ് ആ പ്ലാന്റ് അനുവദിക്കാൻ വേണ്ടി അവൾ ഒപ്പിട്ട് കൊടുത്തതെന്ന് പറഞ്ഞ് അവൾ അച്ഛൻ്റെ മുമ്പിൽ പാവമായി തീർന്നപ്പോഴത്തേക്കും അച്ഛൻ ഞങ്ങളെ നന്നായിട്ട് ശകാരിച്ചു എന്ന് പറയുമ്പം നന്ദൻ്റെ സ്ഥാനത്ത് ഞാനെങ്ങാണായിരിക്കണം കാരണം പൊട്ടിച്ച് ഒരെണ്ണം അങ്ങ് കൊടുത്തേനെ. വിശ്വാസവഞ്ചനയല്ലേ കാണിച്ചത്? സ്വന്തം ഭർത്താവിനെ അച്ഛൻ്റെ മുമ്പിൽ ഇട്ടുകൊടുത്തിട്ടാണോ അവൾ നല്ല പിള്ള ചെമയുന്നത്? പണ്ടും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. അവൾ നല്ലവളാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ ഉണ്ടോ? സ്വന്തം ഭർത്താവിനെ ഒറ്റുകൊടുത്തിട്ടാണോ അവൾ നല്ലവളാകുന്നത്? അല്ല ഇസബെല്ല, ദേവിക ആ ഒരു സമയത്ത് അങ്ങ് പറഞ്ഞു പോയതാ. പറ്റത്തില്ല നന്ദു, അവൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ലൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അവൾ ഈ കാണിച്ച ധിക്കാരത്തിന് അവൾക്ക് നല്ലൊരു മറുപടി കൊടുത്തേ പറ്റൂ എന്ന് പറയുമ്പം നന്ദൻ്റെ മനസ്സിലും ഇസബെല്ല പറയുന്നതിൽ അല്പം കാര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആലോചിക്കുന്നു. ശരിക്കും സ്വന്തം മനസ്സിൽ ദേവിയെപ്പോലെ പ്രതിഷ്ഠിച്ചിരുന്ന സ്വന്തം ഭാര്യയെ മറ്റൊരു പെണ്ണിൻ്റെ വാക്ക് കേട്ടിട്ട് വേദനിപ്പിക്കാനുള്ള പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് നടക്കുന്ന നന്ദനാണ് ശരിക്കും പറഞ്ഞ ഈ കഥയിലെ വില്ലൻ. നന്ദൻ്റെ ഓരോ പെരുമാറ്റവും ഓരോ ദിവസവും അതിര് കടന്നു പോകുവാണ്. ഋഷിയെ കൊന്ന കാര്യവും അത് മറച്ചു വെക്കാൻ ശ്രമിച്ച കാര്യവും അതിനുശേഷമുണ്ടായ ഈ പ്ലാന്റ് എല്ലാം കൂടി കൂട്ടി ആലോചിക്കുമ്പോഴത്തേക്കും നന്ദൻ്റെ ക്രൂരതകൾ ഓരോ ദിവസം അതിര് കടക്കുവാണ്. താൻ ചെയ്ത ഒരു തെറ്റ് ന്യായീകരിക്കാനും മറച്ചു വെക്കാനും കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രഹസനങ്ങൾ ജനങ്ങൾക്കും സ്വന്തം വീട്ടിലും ഭാര്യയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഉണ്ടാക്കുന്ന സങ്കടം നന്ദൻ കണ്ടില്ലെന്ന് വെച്ച് വിട്ടുകളയുമ്പോൾ നന്ദൻ എല്ലാവരുടെയും മനസ്സിൽ നിന്നും പതിയെ അകന്നു തുടങ്ങുന്നു. ഇങ്ങനെ പോകുവാണെങ്കിൽ മിക്കവാറും ദേവിക തന്നെ ഇങ്ങനെ വിശ്വാസവഞ്ചന കാണിക്കുന്ന ഒരു ഭർത്താവിനോടൊപ്പം തനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ഞാൻ അമ്മയുടെയും നന്ദൻ്റെയും വാക്ക് കേട്ട് ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയൊരു കുറ്റം ചെയ്തു. ഇനിയും എനിക്ക്
അങ്ങനെ പ്രവർത്തിക്കാനാകില്ല എന്ന തീരുമാനത്തിൽ നന്ദനെ ഉപേക്ഷിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ഈ ഫയൽ മോഷ്ടിച്ചതിൻ്റെ പിന്നിലും നന്ദു ആണെന്ന് തിരിച്ചറിയുന്ന ദേവികയും സിദ്ധുവും എങ്ങനെയായിരിക്കും നന്ദനോട് പ്രതികരിക്കുക? കാത്തിരിക്കാം.